ദൈവനാമത്തിന് മഹത്വം. എൻ്റെ മകൻ 2024 ആഗസ്റ്റ് 1 അബുദാബിയിൽ ഒരു ജോലിക്കായി പോയി. അവിടെ ചെന്നതും അവന് മാനസികമായി എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടായി. ജോലി ചെയ്യാൻ പറ്റിയില്ല. നാട്ടിൽ തിരിച്ചു വരണമെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ 2.5 ലക്ഷം രൂപ കടമെടുത്ത് പറഞ്ഞു വിട്ടതാണ് മകനെ അവിടെ നിൽക്കാൻ. ഞങ്ങളെല്ലാവരും പറഞ്ഞു നോക്കി, അവന് നിൽക്കാൻ പറ്റൂല, ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ ബ്രദറോട് വിളിച്ച് പറഞ്ഞു, സുധ സിസ്റ്ററോടും എന്നെ വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. 15 ദിവസം ആ കമ്പനി അവന് നാട്ടിൽ പോകാൻ ഒരു അവധി കൊടുത്തു. ആദ്യമായി പോയ ആളാണ്. 15 ദിവസത്തെ അവധിക്ക് അവൻ നാട്ടിൽ വന്നിട്ട് 15 ദിവസമായപ്പോഴും അവന് പോകാനുള്ള മനസ്സില്ല. തിരിച്ചു ചെന്നാൽ അവൻ പിന്നെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് അവന് തോന്നിയില്ല. അങ്ങനെ വിളിച്ച് ആ കമ്പനിയിൽ പറഞ്ഞപ്പോൾ 15 ദിവസം കൂടി അവന് നീട്ടിക്കൊടുത്ത് അവൻ ഇവിടെ വന്ന് പാസ്റ്റർ മുമ്പ് പ്രാർത്ഥിച്ച് അവൻ തിരിച്ചു പോയി. ഇപ്പം 3 മാസമായി അവൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു കുഴപ്പമില്ലാതെ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ വീടും വസ്തുവും ബാങ്കിൽ കടത്തിലായിരുന്നു. ഈ ബാങ്കുകാർ ഡിസംബർ 24 ഒരറിയിപ്പും തരാതെ എന്നെ എൻ്റെ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി, വീട് പൂട്ടി. ഇപ്പം ഞാൻ ബന്ധുക്കളെ വീട്ടിലാണ് ഞാനും എൻ്റെ മക്കളും താമസിക്കുന്നത്. പ്രസവിച്ച് കിടന്ന എൻ്റെ മകളെ പൊടിക്കുഞ്ഞുൾപ്പെടെ ബാങ്കുകാർ ഇറക്കി വിട്ട്. പക്ഷേ എൻ്റെ ആ വീടും വസ്തുവും വിറ്റാൽ മാത്രമേ എനിക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റൂ. ഈ 31 ബാങ്ക് പൈസ അടച്ചില്ലെങ്കിൽ വീടും വസ്തുവും ലേലത്തിലാവുമെന്ന് പറഞ്ഞു. ഞാൻ ഈ വിവരം വിളിച്ച് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഒരു അത്ഭുതം നടക്കുമെന്ന്. ഈ 25 ഒരു പാർട്ടിക്കാർ വന്ന് എൻ്റെ വീടും വസ്തുവും മേടിക്കാൻ അഡ്വാൻസ് തന്നു. 31 പൈസ ബാങ്ക് അടച്ച് ഇനി എനിക്കൊരു ഭവനം മേടിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? വീടും വസ്തുവും വാസ്തവത്തിൽ വിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അയലത്തുകാർ സമ്മതിക്കത്തില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഹല്ലേലൂയ. അവരത് വില താത്തുകയാണ്, ഒരു രീതിയിലൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ കർത്താവ് 25 മുമ്പേ അതിനകത്ത് അത്ഭുതം ചെയ്യുകയും ഇന്ന് സിസ്റ്ററിന് പുതിയ ഭവനത്തിനുള്ള വഴി അറിയാം. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ മകളുടെ നേരേക്കൊന്ന് കരം നീട്ടാൻ പറ്റുന്നവരുണ്ടോ? ഇതാ സാക്ഷ്യം എന്ന് പറയുന്നത്.